ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശേഷാൽ ഇന്ന് വിവാഹ കുദാശയിലൂടെ ദൈവത്താൽ സംയോജിക്കപ്പെടുന്ന റോഷൻ മെറിൻ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. റോഷനും മെറിനും ഇന്ന് ഈ ബലിപീഠത്തിന്റെ മുമ്പാകെ ദൈവം നിങ്ങളെ സംയോജിപ്പിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങളൊരു കുടുംബമായി തീരുകയാണ്, അല്ലേ? രണ്ടുപേരും രണ്ട് വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിൽ ജനിച്ച് വളർന്ന് വ്യത്യസ്ത സ്വഭാവമല്ലേ, അല്ലേ? യെസ്. മനോഭാവം, ചിന്താഗതികൾ, ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ എല്ലാം വ്യത്യസ്തമാണ്. അങ്ങനെയുള്ള രണ്ട് വ്യക്തികളാണ് ഇന്ന് സംയോജിക്കപ്പെടുന്നത്. ലോകത്തിൽ 7 വണ്ടേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറയും 8ാമത്തെ ഒരു വണ്ടറാണ് വിവാഹം എന്ന് പറയുന്നത്. കാരണം വ്യത്യസ്തരായ രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മരണം വരെ ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അതാണ് ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ ഒരു കാര്യം. അതിലൂടെ നിങ്ങൾ വളർത്തിയെടുക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബമാണ് ഈ ഭൂമിയിൽ. ഇനിയും അതിനുവേണ്ടിയുള്ളതായ കിരീടങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു തരികയാണ്. അപ്പോൾ നിങ്ങളിലൂടെ ദൈവം ഒരു പുതിയ കുടുംബത്തെ വാർത്തെടുക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു ഡെഫിനിഷൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ബോർജസ് ആൻഡ് ലോക്ക് എന്ന് പറഞ്ഞ സൈക്കോളജിസ്റ്റ് 1950s ഫാമിലിയെ കുറിച്ച് പറഞ്ഞ ഒരു ഡെഫിനിഷനാണ്. ഇതിങ്ങനെയാണ് പറയുന്നത്: ഫാമിലി ഇസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. ഒരു വ്യക്തി ഫാമിലിയാണോ? അല്ല, ഇറ്റ്സ് എ ഗ്രൂപ്പ് യുണൈറ്റഡ് ബൈ ദ ടൈസ് ഓഫ് മാരേജ്, blood or adoption, consisting a single household, interacting and communicating with each other in their respective roles of husband and wife, father and mother, son and daughter, brother and sister, creating and maintaining their own common culture. ഇതാണ് ഫാമിലി. റോഷനും മെറിനും ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാ, അല്ലേ? അത് വളരാൻ കാരണം ആരാ? നിങ്ങളുടെ പാരന്റ്സ്. അവരൊരു വിവാഹ ജീവിതം നയിച്ചോടുകൂടിയ, അല്ലേ? അതാണ് ഈ ഡെഫിനിഷൻ പറയുന്നത്. ഫാമിലി ഇസ് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് യുണൈറ്റഡ് ബൈ ദ ടൈസ് ഓഫ് മാരേജ്. എല്ലാ കുടുംബങ്ങളും ആരംഭിക്കുന്നത് ഒരു ഭാര്യ-ഭർത്തൃ ബന്ധത്തിലാണ്. കാരണം ദൈവം ഏതിൽ ആദ്യം സ്ഥാപിച്ച ബന്ധം ഭാര്യ-ഭർത്തൃ ബന്ധമാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ്. ഇന്ന് നിങ്ങളിലൂടെ അത് സ്ഥാപിക്കപ്പെടുകയാണ്. സോ ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഗാർഡൻ ഓഫ് ഏദൻ. അതിലൂടെയാണ് മക്കൾ ഉണ്ടാകുന്നത്. നല്ല മക്കൾ ജനിക്കേണ്ടത് അവിടെയാണ്. ഓർ അഡോപ്ഷൻ. ഇനി പറയുന്നത് കൺസിസ്റ്റിംഗ് എ സിംഗിൾ ഹൗസ് ഹോൾഡ്. ഇതുവരെ എല്ലാവർക്കും മനസ്സിലാവും, അല്ലേ? എന്താ? എ മാൻ ആൻഡ് വിമൻ ടുഗദർ വിത്ത് ദെയർ ചിൽഡ്രൻ ഫോം എ ഫാമിലി. അത് വളരെ സിമ്പിളാണ്. പക്ഷെ ഇതല്ല കുടുംബം എന്ന് പറയുന്നത്. അടുത്താണ് ഇമ്പോർട്ടന്റ്. എന്താണ്? The members within that family have to communicate each other in their respective roles of what? റോഷൻ ആരൊക്കെയാ വീട്ടിലെ? മോനാണ്, ആങ്ങളെയാണ്, അളിയനാണ്. കല്യാണം കഴിഞ്ഞ ആരാകും? ഭർത്താവും മരുമകനാവും. മെറിൻ അതുപോലല്ലേ? ഇപ്പൊ മകളാണ്, അല്ലേ? ഒരു സിബ്ലിംഗ്, അല്ലേ? ഓക്കെ, ഒരു സഹോദരിയാണ്. ഇനി ആരാകും? ഭാര്യ, ഒരു മരുമകൾ, മറ്റൊരു കുടുംബത്തിലൊരു ബന്ധത്തിലേക്ക് വരികയാണ്. ഒരേ സമയം വി ആർ പ്ലേയിങ് ഡിഫറെന്റ് റോൾസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഡിഫറെന്റ് റിലേഷൻഷിപ്പ്. അപ്പൊ ഒരേ സമയം നല്ലൊരു മകൾ, നല്ലൊരു മകൻ ആരായി മാറും? നല്ല സഹോദരന, നല്ല സഹോദരിയ, ഇനിയും നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല അപ്പൻ, നല്ല അമ്മ, നല്ല മരുമകൻ, നല്ല മരുമകൾ. ആ തലത്തിലേക്ക് നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു സംസ്കാരം. അപ്പൊ ഓരോ റോളും ഓരോ റിലേഷൻഷിപ്പും ഡിഫറെന്റ് ആണെന്ന് രണ്ടുപേരും തിരിച്ചറിയണം. എന്നാൽ ഈ വ്യത്യസ്തമായ റോളും റിലേഷൻഷിപ്പും നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടത്? ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ നടത്തുന്നതായ ആശയവിനിമയത്തിലൂടെയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷനും മെറിനും ഇന്ന് മുതൽ തിരിച്ചറിയേണ്ടത് കാര്യം അതാണ്. നിങ്ങളിൽ വളർത്തിയെടുക്കുന്നതായ ഒരു ആശയവിനിമയ സംസ്കാരം, അതിലൂടെ നിങ്ങൾ വളർത്തിയെടുക്കുന്ന സംസ്കാരമാണ് ഫാമിലി എന്ന് പറയുന്നത്. സോ ഫാമിലി ഈസ് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ്. ഫാമിലി ഒരു സിസ്റ്റം ആണെങ്കിൽ ഓർത്തോണം, there are many subsystems within that system, അല്ലേ? ഇപ്പൊ റോഷന്റെ വീട്ടിൽ എത്ര സബ്സിസ്റ്റം ഉണ്ട്? നീയും പപ്പായി ഒരു സബ്സിസ്റ്റം, നീയും മമ്മി ഒരു സബ്സിസ്റ്റം, നീയും ചേച്ചി ഒരു സബ്സിസ്റ്റം, അളിയൻ വേറെ സബ്സിസ്റ്റം, പപ്പായും മമ്മിയും വേറെ സബ്സിസ്റ്റം. എത്ര സബ്സിസ്റ്റം? നാളെയോ നിങ്ങൾ രണ്ടും, മെറിൻ ഇൻലോസുമായിട്ട്. അതുപോലെ തന്നെ റോഷനും. ഒരു ഫാമിലി എത്ര സബ്സിസ്റ്റം ഉണ്ട്? ഒത്തിരി സബ്സിസ്റ്റം ഉണ്ട്. ഈ സബ്സിസ്റ്റങ്ങൾ എല്ലാം നന്നായാലേ എന്ത് നന്നാവൂ? സിസ്റ്റം നന്നാകും. അത് ഓർത്തോണം. നല്ല ഭാര്യ മാത്രമായ പോരാ, നല്ല ഭർത്താവായ മാത്രം പോരാ, നല്ല മകൻ മാത്രമായ പോരാ. എല്ലാ റോളും എല്ലാ റിലേഷൻഷിപ്പും നന്നായി കൊണ്ടുപോകാൻ കഴിയണം. അപ്പൊ നമുക്ക് ഫാമിലിയെ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാമിലി എന്ന് പറയുന്നത് എ നീഡ് സാറ്റിസ്ഫൈങ് നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ്
ദൈവം ലോകത്തിൽ സ്ഥാപിച്ചത് ബന്ധമാണ്, അത് ഓർക്കണം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് കണ്ട് അവനൊരു കൂട്ടിനെ സൃഷ്ടിച്ചുവെങ്കിൽ ഗോഡ് ക്രിയേറ്റഡ് റിലേഷൻഷിപ്പ്. അതാണ് റോഷനും മെറിനും ഇന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളിലൂടെ ദൈവം ഒരു ബന്ധമാണ് സ്ഥാപിക്കും. അപ്പം വ്യത്യസ്തര. അതുകൊണ്ട് എന്ത് ചെയ്യണം? You have to soften your communication. SOFTEN അല്ലേ? അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യട്ടെ പെട്ടെന്ന്. S for smile. നീ നന്നായിട്ട് ചിരിക്കുന്നവനാന്ന് എനിക്കറിയാം. നാട്ടുകാർ മുമ്പിൽ മാത്രം പോരാ, ഇനിയും ഇത്രയും നാളും പറഞ്ഞ മുമ്പ് ചിരിച്ച പോലെ തന്നെ ഇനി മുന്നോട്ട് ഇന്നു മുതലും നന്നായിട്ട് ചിരിക്കാൻ പഠിച്ചോണം. എന്ന് പറഞ്ഞാൽ ഒരു പ്രസന്ന ഭാവം നിലനിർത്താൻ കുടുംബത്തിൽ കഴിയണം. കാരണം നമ്മുടെ എല്ലാവരുടെയും ഒരു കംഫർട്ട് സോണായിട്ട് മാറണം എന്ത്? കുടുംബം. ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഭാരമൊക്കെ ഉള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും ഓടി വരാൻ പറ്റുന്ന നല്ലൊരിടമായി എന്തിനെ മാറ്റിയെടുക്കണം? കുടുംബത്തെ. ആൻഡ് ഫോർ ഓപ്പൺ പോസ്ചർ, തുറന്ന മനോഭാവം. ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടേതായ ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് കാണും. പേരൻസിൽ നിന്നൊക്കെയുള്ള ഒളിച്ചു വെച്ച രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. കാരണം യു ആർ എന്താ പറയുക, ടോട്ടലി ഇൻഡിപെൻഡന്റ് പേഴ്സൺ അല്ലേ? ഇന്ന് അഡൽട്ടായി, ഇന്ന് ഇൻഡിപെൻഡന്റ് ആയി. പക്ഷെ നിങ്ങളുടെ ആ ഒരു പ്രൈവറ്റ് സ്പേസിലേക്കാണ്, റോഷന്റെ പ്രൈവറ്റ് സ്പേസിലേക്കാണ് മെറിൻ വരുന്നത്, മെറിന്റെ പ്രൈവറ്റ് സ്പേസിലേക്കാണ് റോഷൻ ചെല്ലുന്നത്. അവിടെ തുറന്നൊരു മനോഭാവം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ബോത്ത് മാൻ ആൻഡ് വിമൻ വെർ നേക്കഡ് ബട്ട് വെർ നോട്ട് അഷെയിംഡ്. നേക്കഡ്നെസ് ഷോസ് ദ ട്രാൻസ്പെറൻസി ഓഫ് ലൈഫ്. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതം ഇവിടെ മുതൽ ഒന്നും മറക്കാനില്ല. ഫോണിന് ലോക്കുണ്ടോ? മാറ്റിയേക്കണം. മെറിന്റെ കൊണ്ടില്ലത് മാറ്റിയേക്കണം. ഇനി ഒന്നുമില്ല, ഒന്നും സ്വന്തമായിട്ട് ഇനി ഒന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് രണ്ടും പൊതുവാണ്. അതുകൊണ്ടാണ് ആ സ്പേസിലേക്ക്, ആ സ്പേസിൽ നിന്ന് അപ്പനെയും അമ്മയും വിട്ട ആ ഭാര്യയോട് പറ്റിച്ചത്. അത് ഓർത്തോണം. ഇനി രണ്ടു കൂട്ടരുടെ അപ്പനും അമ്മമാരും പിള്ളേരുടെ പുറകെ നടന്നേക്കല്. മെറിന്റെ പേരൻസ് മെറിനെ റോഷനെ ഒരുമിച്ച് കാണണം. എന്ത് അളിയും എന്ത് ചേച്ചി ഇനിയും ജിക്കുമോൻ എന്നൊക്കെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കരുത്. ജിക്കുമോനും മെറിനും ചേർന്ന ഒരു കൂട്ടായ്മയാണ്. അവരെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കേണ്ടത്. പെട്ടെന്ന് ഞാൻ പറയട്ടെ, SOFF forwardly, be a good listener. പറഞ്ഞാൽ മാത്രം പോരാ, ഇരട്ടി കേൾക്കണം. ഓക്കെ. T for touch, വലിയ പോസിറ്റീവ് സ്ട്രോക്ക് ആണ്. E for eye contact and N for note, proper response. പുരുഷന്മാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി, എന്ത് പറഞ്ഞാലും കേൾക്കാത്തൊരു മനുഷ്യൻ. അതുകൊണ്ട് റോഷൻ ഇനി ആരെയും കേട്ടില്ലല്ലോ വേണ്ടുകല. ആരെ കേട്ടോണം? മെറിനെ മനസ്സിലാക്കുക. കേൾവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ്. അതിലൂടെ ഒരു അഡാപ്റ്റീവ് നേച്ചർ പരസ്പരം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം കരുതുന്ന, പരസ്പരം സ്നേഹിക്കുന്ന നല്ലൊരു ദാമ്പത്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റോഷന് മെറിനെ എവിടുന്നാ കിട്ടിയേ? കോട്ടയത്ത് പെരുമ്പള്ളിപ്പറമ്പിൽ നിന്നാണോ? മെറിന് എവിടുന്ന? നിങ്ങൾക്ക് രണ്ടുപേർക്ക് നിങ്ങളെ കിട്ടിയിരിക്കുന്നത് ദേവാലയത്തിൽ നിന്ന്. നമുക്ക് ഏത് ക്വാളിറ്റി പ്രോഡക്റ്റ് മേടിച്ചാലും അതിന് എന്തുണ്ട്? വാറണ്ടി ഉണ്ട്. വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എവിടെ ചെല്ലും? മേടിച്ചെടുത്ത് ചെല്ലും അല്ലേ? എന്തൊക്കെ തരത്തിലുള്ള വാറണ്ടി ഉണ്ട്? ലൈഫ് ലോങ് വാറണ്ടി ഉണ്ട്, എക്സ്റ്റെൻഡഡ് വാറണ്ടി ഉണ്ട്, മെയിൻ്റനൻസ് വാറണ്ടി ഉണ്ട്, ചിലതൊക്കെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട്. എവിടുന്നാ കിട്ടിയത് രണ്ടുപേരെ? പള്ളിയിൽ നിന്ന്, ദേവാലയത്തിൽ, ബലിപീഠത്തിന് മുമ്പ്. നിങ്ങൾ രാവിലെ പട്ടിത്താനത്ത് പോയി കൂട്ടിക്കൊണ്ട് വന്നാണോ? അല്ല. നിങ്ങളെ സംയോജിപ്പിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ മധ്യസ്ഥൻ ദൈവമാണ്. ഇത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും പക്ഷെ ഇവിടെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഇല്ല കേട്ടോ. ലൈഫ് ലോങ് വാറണ്ടി ഉണ്ട്, ഓൺലി മെയിൻ്റനൻസ് വാറണ്ടി. ദൈവത്തിന്റെ മുമ്പിൽ വരിക. ദൈവമാണ് നിങ്ങളുടെ മധ്യസ്ഥൻ. ദൈവത്തിന്റെ മുമ്പിൽ പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയവും ഇല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാണ്. അതുകൊണ്ട് അപ്രകാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട ലോകത്തിന് സാക്ഷ്യമാകുന്ന ക്രിസ്തു സഭ ബന്ധത്തിന്റെ പ്രതീകങ്ങളാണ് പ്രാർത്ഥിക്കുന്ന, ആരാധന കഴിക്കുന്ന, മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ജനിപ്പിച്ച് വളർത്തി സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്ന നല്ല ഒരു കുടുംബമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെയും സ്നേഹിതരുടെയും കുടുംബാംഗങ്ങളുടെയും നാമത്തിലുള്ളതായ എല്ലാ അനുമോദനവും പ്രാർത്ഥനയും അനുഗ്രഹം നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.